ഇതിന് സർട്ടിഫൈ ചെയ്തിരിക്കുന്നത് 3 ആൾക്കാരാണ്. ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ, TN ശേഷൻ, ജസ്റ്റിസ് മോഹൻ. ആ വെബ്സൈറ്റ് ഞാൻ എടുത്താണത്, ഇത് കാണാം. ഇവരൊക്കെ മോഹൻ എന്ന് പറഞ്ഞ ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്നത് എനിക്കൊരു ഇറ്റ് വാസ് എ പ്ലസൻറ്റ് സർപ്രൈസ് എന്നാണ്. മൂപ്പർ അത് പരട്ടിയതോടുകൂടി മൂപ്പർക്ക് അതൊരു പ്ലസൻറ്റ് സർപ്രൈസ്. എൻ്റെ ബ്ലഡ് ഷുഗർ ലെവൽ ഒറ്റ ദിവസം കൊണ്ട് 130 നിന്ന് 100 കുറഞ്ഞു. എൻ്റെ മുട്ടിനുണ്ടായ ചെറിയ വേദന അപ്രത്യക്ഷമായി. ഇങ്ങനെയൊക്കെ പറഞ്ഞു വരും. അത് വേറെ തരം ഫാലസിയാണ്, അതിലേക്ക് നമ്മൾ വരും. ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകൾ കൊടുത്തുകൊണ്ട് അപ്പീൽ ടു അതോറിറ്റി. വി ആർ കൃഷ്ണയ്യർ നമ്മൾ എത്രയോ ബഹുമാനിക്കുന്ന മനുഷ്യനാണ്. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ബഹുമാനിക്കുന്ന മനുഷ്യനാണ് വി ആർ കൃഷ്ണയ്യർ. TN ശേഷനും അതുപോലെ ഇന്ത്യയിലെ വലിയൊരു സംഭവമായി മാറിയ മനുഷ്യനാണ്. ഇവരെക്കുറിച്ചൊക്കെ നമുക്കുള്ള ധാരണകളെ അവരൊരു അതോറിറ്റിയായി നമ്മൾ നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ കൊളസ്ട്രോളിന് ശാശ്വത പരിഹാരം നൽകുന്ന ഒരു സ്റ്റെത്ത് കഴുത്തിലിട്ട്, നേരെ സാറ് പറഞ്ഞ പോലെ ഒരു സ്റ്റെത്ത് കഴുത്തിലിട്ട് ഒരു ഫോട്ടോ വെച്ചിട്ട് ഒരു ആയുർവേദത്തിൽ ബിരുദമുള്ള ഒരു ദേഹം പറയുകയാണ്. അദ്ദേഹം അതിന് അനുഗുണമായൊരു ചന്ദനക്കുറിയും തൊട്ടിട്ടുണ്ട്. അദ്ദേഹം പറയാണ് കൊളസ്ട്രോളിന് ശാശ്വത പരിഹാരം നൽകാം, ഞാൻ ഗ്യാരണ്ടി. ഇതല്ല ശാസ്ത്രത്തിൻ്റെ രീതി, ഇതല്ല. അങ്ങനെ ഒരു സംഗതി ഉണ്ടെങ്കിൽ അതിന് ശാസ്ത്രീയമായ രീതികളുണ്ട്. അതൊരു പേപ്പറായി പ്രസൻറ്റ് ചെയ്യുക, അതിന് ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിക്കുക, അതിന് ശാസ്ത്രത്തിൻ്റെതായ രീതികളും മര്യാദകളുണ്ട്. ഇതല്ല, ഇത് അപ്പീൽ ടു അതോറിറ്റി. ഇയാളൊരു ആയുർവേദ കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ. അദ്ദേഹം പറയാണ് കൊളസ്ട്രോൾ ഞാൻ ഗ്യാരണ്ടി, എൻ്റെ ചികിത്സാനുഭവം കൊണ്ടിത് സാക്ഷ്യപ്പെടുത്തുന്നതിൽ എനിക്ക് സന്തോഷവും ചാരിതാർത്ഥ്യവും ഉണ്ട്. ഇതാണ് അപ്പീൽ ടു അതോറിറ്റിയുടെ രൂപം. അതുപോലെ തന്നെ ഉയർന്ന ആരോഗ്യ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സിംഗപ്പൂർ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം, അതൊരു അപ്പീൽ ടു അതോറിറ്റി. പക്ഷേ അപ്പീൽ ടു അതോറിറ്റി എപ്പോഴും തെറ്റല്ല. കാരണം എല്ലാ കാര്യത്തിലും നമുക്ക് വൈദഗ്ധ്യം ഉണ്ടാവുക സാധ്യമല്ല. അപ്പോൾ നമ്മൾ വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ വിദഗ്ധന് ഈ പ്രത്യേക മേഖലയിൽ യഥാർത്ഥത്തിൽ വൈദഗ്ധ്യമുള്ള ആളാണോ, അത് ആദ്യം അറിയണം. അദ്ദേഹത്തിൻ്റെ ആ ഫീൽഡിൽ നിന്നുകൊണ്ടാണോ അദ്ദേഹം അഭിപ്രായം പറയുന്നത്. പൊതുവേ ആ രംഗത്ത് ഈ രീതിയിലുള്ള ആധികാരികതയുള്ള വ്യക്തികൾ പറയുന്ന അഭിപ്രായം തന്നെയാണോ ഇദ്ദേഹം പറയുന്നത്. ഈ വക കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടേ നമ്മൾ ഒരു അതോറിറ്റിയുടെ വാക്കുകളെ മുഖവിലക്കെടുക്കാവൂ. അപ്പീൽ ടു അതോറിറ്റി ഈസ് നോട്ട് ഓൾവേസ് റോങ്, ഓൾവേസ് എ ഫാലസി. അതുപോലെ തന്നെ വേറൊരു വെയ്ഗ് അപ്പീൽ ടു അതോറിറ്റി. അങ്ങനെ ഡോക്ടർമാർ പറയുന്നു. ഇപ്പോൾ ഞാനത് സ്കാൻ ചെയ്യാൻ വിട്ടുപോയി. ഒരു മെലിയാനുള്ള ശരീരഭാരം കുറക്കാനുള്ള സാധനത്തിൻ്റെ പരസ്യത്തിൽ പറയുന്നതാണ് മണിപ്പാൽ കോളേജിൽ സാക്ഷ്യപ്പെടുത്തിയത്. മണിപ്പാൽ കോളേജിൽ സാക്ഷ്യപ്പെടുത്തിയത് എന്ത് സാക്ഷ്യം? ഒന്നുമില്ല, മണിപ്പാൽ കോളേജിൽ സാക്ഷ്യപ്പെടുത്തിയത്. അതുപോലെയാണ് ഇത് വെയ്ഗ് അപ്പീൽ ടു അതോറിറ്റി. ഇത് സിഗരറ്റിൻ്റെ പരസ്യമാണ് പഴയത്. കൂടുതൽ ഡോക്ടർമാർ വലിക്കുന്ന സിഗരറ്റ് ക്യാമൽ. വെയ്ഗ് അപ്പീൽ ടു അതോറിറ്റി. അതുപോലെ തന്നെ വേറൊരു ഫാലസിയാണ്, ഇതും ഒരു തരം അപ്പീൽ ടു അതോറിറ്റിയാണ്, റെഞ്ചിങ് ഫ്രം കോണ്ടെക്സ്റ്റ്. സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുക്കുക. ഒരു ചെറിയ വീഡിയോ കാണിച്ചു തരാം. സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുക്കുന്നത് വെച്ചാൽ ഒരു അതോറിറ്റിയെക്കുറിച്ചൊക്കെ പറയും. പക്ഷെ അദ്ദേഹം ആ പറഞ്ഞതിൻ്റെ ആ കോണ്ടെക്സ്റ്റിൽ നിന്ന് അതിനെ പൂർണ്ണമായും അടർത്തിയെടുത്തുകൊണ്ട് മരിക്കാൻ പാടില്ലാത്തവർ കൂടെ രക്തം കൊടുത്താൽ മരിക്കും. ഇന്റേണൽ മെഡിസിൻ എന്ന് പറഞ്ഞൊരു പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. മെഡിക്കൽ കോളേജുകളിൽ ലോകമൊട്ടാകെ പഠിപ്പിക്കുന്ന പുസ്തകമാണ്. രക്തം കൈമാറുമ്പോൾ അനാഫൈലാറ്റിക് ഷോക്ക് ഉണ്ടായി ആള് മരിക്കാം, കാർഡിയോവാസ്കുലർ കൊളാപ്സ് ഉണ്ടാകാം, ഹൃദയത്തിന്റെ പ്രവർത്തനം നിലച്ചു പോകാം. 1995 രക്തം കയറ്റിയത് കൊണ്ട് മാത്രമുണ്ടായ 24 മരണങ്ങളെ കുറിച്ചുള്ള പരാതി അമേരിക്കൻ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷന് കിട്ടിയിരുന്നു എന്ന് ആ പുസ്തകം വ്യക്തമാക്കുന്നുണ്ട്. HIV-ക്കും എയ്ഡ്സിനും കാരണമായിട്ട് രക്തമാറ്റം എന്നതിനെ ഈ പുസ്തകം സംശയിക്കുന്നുണ്ട്. മോശം രക്തം കയറിയത് കൊണ്ടല്ല, നല്ല രക്തമാണെങ്കിൽ പോലും മറ്റൊരാളുടെ രക്തവും നമ്മുടെ ശരീരത്തിന് യോജിക്കില്ല. നമ്മുടെ രക്തത്തിലേക്ക് മറ്റൊരു സാധനവും കടക്കാൻ പാടില്ല. അപ്പോൾ ഇന്റേണൽ മെഡിസിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അദ്ദേഹം കണ്ടെത്തിയതാണ് 24 മരണങ്ങൾ രക്തമാറ്റവുമായി ബന്ധപ്പെട്ട് സംശയിക്കപ്പെടുന്നു. FDA-ക്ക് അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടുണ്ടെന്ന് അദ്ദേഹം അതാണ് അതിൽ കണ്ടുപിടിച്ചത്. അതേസമയം 2 സെക്കൻഡിൽ ഒരാൾക്ക് രക്തമാറ്റം അവിടെ ആവശ്യം വരുന്നുണ്ട്. 38,000 രക്തദാനങ്ങൾ ഒരു ദിവസം ആവശ്യം വരുന്നുണ്ട്. 30 ദശലക്ഷം ട്രാൻസ്ഫ്യൂഷനുകൾ ഒരു വർഷം നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലാണ് ഈ 24 മരണങ്ങൾ ഇതുമായി സംശയിക്കപ്പെട്ട് വന്നു എന്ന് പറയുന്നത്. ഇതാണ് റെഞ്ചിങ് ഫ്രം കോണ്ടെക്സ്റ്റ്. അതോറിറ്റിയാണ് മൂപ്പർ ആശ്രയിക്കുന്നത്. പക്ഷെ അതിൻ്റെ ആ പ്രകൃതവുമായി പരിസരവുമായി സന്ദർഭവുമായി യാതൊരു
പൊരുത്തവുമില്ലാത്ത ഒരു ചെറിയ വസ്തുതയെ അടർത്തിയെടുത്ത് പെരുപ്പിച്ച് കാണിക്കുക. റെഞ്ചിങ് ഫ്രം കോണ്ട്. ഇതൊരു ഫോൾസ് അപ്പീൽ ടു അതോറിറ്റിയാണ്. പറഞ്ഞു കേട്ടാൽ മെഡിക്കൽ കോളേജുകളിൽ പഠിപ്പിക്കുന്ന പുസ്തകം, ടെക്സ്റ്റ് ബുക്ക് ഓഫ് ഇന്റേണൽ മെഡിസിൻ, ഒരു അതോറിറ്റിയാണ്. അതിൽ നിന്ന് എടുക്കുന്നതോ റെഞ്ചിങ് ഫ്രം കോണ്ടെക്സ്റ്റ്. വേറൊരു അപ്പീൽ ടു അതോറിറ്റി, ഇതാ നേരത്തെ ഞാൻ പറഞ്ഞ സ്ലൈഡ്, ഒരു സെലിബ്രിറ്റി എൻഡോഴ്സ്മെൻറ്റ് ടു സെൽ എ പ്രൊഡക്റ്റ്. ഇത് നമുക്കറിയാവുന്ന ഒരു സിനിമാ താരമാണ്. അദ്ദേഹം ടി വിയിലൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ ധാത്രി എന്ന് പറഞ്ഞ മരുന്ന് വാങ്ങാൻ പറയും. അത് വിൽക്കുന്ന ആളുടെ തലയാണ് ഈ കാണുന്നത്, അതിൻ്റെ MD. അപ്പീൽ ടു അതോറിറ്റി അത് റെട്ടറിക്കൽ പ്ലോയ് ആയിട്ട് ഉപയോഗിക്കാം എന്നാണ്. അപ്പീൽ ടു അതോറിറ്റി ക്യാൻ ബി യൂസ്ഡ് ആസ് എ റെട്ടറിക്കൽ പ്ലോയ്. ഇതിൽ റീസൺ ഒന്നും പറയുന്നില്ല. ഇത് രണ്ടും കൂട്ടി ചേർത്ത് ഫേസ്ബുക്കിൽ ആൾ പോസ്റ്റ് ചെയ്ത് ഞാൻ എടുത്ത് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഒന്ന് ഉപയോഗിക്കുന്നത് ജാർഗണാണ്. വളരെ ജടിലമായ സാങ്കേതിക പദങ്ങൾ ഉപയോഗിച്ച് അതൊരു ഒരു ആധികാരികതയുടെ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ, കേട്ടാൽ വളരെ ആധികാരികമാണ്, ഒരു നമ്മളൊന്ന് ഭ്രമിപ്പിക്കുന്ന ഒരു ശബ്ദജാലം ഉപയോഗിക്കുകയാണ് ജടിലമായ സാങ്കേതിക പദങ്ങൾ ഉപയോഗിച്ച്. ഇതേണ്ട ഇന്ദുലേഖ, മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ എത്ര കാശ് ഇതിനെ ചിലവാക്കുന്നു വിചാരിക്കുന്നത്. നൂതനമായ കോൾഡ് പ്രോസസ് ടെക്നോളജിയിലൂടെ വികസിപ്പിച്ചെടുത്തതിനാൽ ഇന്ദുലേഖയിൽ അടങ്ങിയിരിക്കുന്ന ഔഷധാംശങ്ങൾ പൂർണ്ണമായും ശരീരകോശങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി വേഗത്തിൽ പ്രവർത്തിക്കുന്നു. എന്ത് കോൾഡ് പ്രോസസ് ടെക്നോളജി! വെറുതെ ഒരു നമ്മളെ ഭ്രമിപ്പിക്കാനുള്ള ഒരു ജഡില പദം അവിടെ പ്രയോഗിച്ചത് മാത്രമേ ഉള്ളൂ. അതല്ലാണ്ട് ഇതെന്താ വല്ല ചെടിയാണോ ഇങ്ങനെ വേരിലൂടെ ഇങ്ങനെ കയറ്റാൻ വേണ്ടിയുള്ള സാധനമാണ് മുടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് ഒരു അപ്പീൽ ടു അതോറിറ്റി ത്രൂ എ ജാർഗൺ. അതാണ് ജാർഗൺ ഉപയോഗിക്കുക എന്നുള്ള ഒരു തരം ഒരു ന്യായവൈകല്യമാണ് നമ്മളിവിടെ കാണുന്നത്. പിന്നെ എന്നുള്ള അനക്ഡോട്ടൽ ഫാലസി. നമ്മുടെ വ്യക്തി അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കാം. നമ്മുടെ വിശ്വാസങ്ങളെയും നമ്മുടെ പ്രവൃത്തികളെയും നമ്മുടെ ധാരണകളെയും ഒക്കെ രൂപീകരിക്കാൻ വ്യക്തി അനുഭവങ്ങളെ മാത്രം, ഒറ്റപ്പെട്ട വ്യക്തി അനുഭവങ്ങളെ ഉപയോഗിക്കുന്നതിൻ്റെ ഉദാഹരണം. അതിനൊരു TN ശേഷൻ പറഞ്ഞതാണ്, ബട്ട് ഇറ്റ് ഹാപ്പൻ ടു മീ. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാചകം. There's a ruby in it, there's a pearl in it, there's a sapphire in it, there is an emerald in it, there is a diamond in it, God knows what else, 9 stones. And he realized this for me out of nowhere, and now I can touch it, I can pull it. Now you will say, I don't believe this, but it happened to me personally. And I am not a jungly kind of person. I've got a master's degree in physics. I got a master's degree in administration and economics from Harvard. I find nothing contradictory between that physics and the fact that I believe that this came out of the blue. But it happened to me personally. അതാണ് ഈ മോതിരം എനിക്ക് തന്നു. അതാണ് അദ്ദേഹം പറയുന്നത്. എനിക്കിനൊരു മോതിരം തന്നു. ഞാൻ മാസ്റ്റേഴ്സ് ഡിഗ്രി ഫിസിക്സിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിയുള്ള ആളാണ്. പക്ഷേ ഞാൻ പഠിച്ച ഫിസിക്സും ഈ മോതിരം ഔട്ട് ഓഫ് ദ ബ്ലൂ, ശൂന്യതയിൽ നിന്ന് അദ്ദേഹം സൃഷ്ടിച്ചു എന്നും ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് എന്നെ അത് പ്രിവെൻറ്റ് ചെയ്യുന്നില്ല എന്നാണ്. എൻ്റെ ഫിസിക്സും ഇതൊക്കെ ഒത്തുപോകുന്നതാണ് മൂപ്പർ പറയുന്നത്. അതിൻ്റെ കാരണം എന്താണ്? ഇറ്റ് ഹാപ്പൻ ടു മീ പേഴ്സണലി. എനിക്കങ്ങനെ ഒരു മോതിരം കിട്ടിയതുകൊണ്ട് മൂപ്പര് പഠിച്ച ഫിസിക്സും ഒക്കെ അതൊക്കെ ഉണ്ടായാലും ഇൻ സ്പൈറ്റ് ഓഫ് ഓൾ ദാറ്റ് ഇത് ശരിയാണ്, കാരണം എനിക്ക് സംഭവിച്ചു. ഇതാണ് അനക്ഡോട്ടൽ ഫാലസി. ഒരു വ്യക്തിപരമായ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എല്ലാ തീരുമാനങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ചിന്തകളെയും നമ്മുടെ വിശ്വാസങ്ങളെയും ഒക്കെ അതനുസരിച്ച് മാറ്റാം. മതിയായ ഒരു തെളിവല്ല വ്യക്തി അനുഭവം എന്നാണ് പറയുന്നത്. വ്യക്തി അനുഭവങ്ങൾ ഈ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ മതിയായ തെളിവല്ല. ജസ്റ്റിസ് മോഹൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇത് നമ്മൾ സാധാരണ കേൾക്കുന്നതാണ്. 40 ബീഡി വലിച്ചിരുന്ന എൻ്റെ അപ്പൂപ്പൻ 90-ആം വയസ്സ് വരെ ജീവിച്ചു. എൻ്റെ അയൽവക്കാരൻ 40-ാമത്തെ വയസ്സിൽ ക്യാൻസർ വന്നു. അദ്ദേഹം സിഗരറ്റ് തൊട്ടിട്ടില്ല. ഇതൊന്നും ഈ വ്യക്തിപരമായ അനുഭവങ്ങളൊന്നും ശാസ്ത്രീയമായി അല്ലെങ്കിൽ ഒരു യുക്തിപരമായ തീരുമാനമെടുക്കുന്നതിന് ഉപോത്ബലകങ്ങളല്ല. അതൊരു അനക്ഡോട്ടൽ ഫാലസിയാണ്, ഒരു ചിന്താവൈകല്യമാണ്, ഒരു ന്യായവൈകല്യമാണ്. ഇതൊരു ഇതാണ് അനക്ഡോട്ടൽ എവിഡൻസ് ഈസ് ഇൻ വാലിഡ് എന്ന് പറയുമ്പോൾ ഇവർ പറയാണ്, അല്ലല്ല, ഞാൻ ഒരിക്കൽ ഒരു അനക്ഡോട്ട് പറഞ്ഞു, അത് തന്നെ ശരിയായി വന്നു. അനക്ഡോട്ടിന് മുകളിൽ അനക്ഡോട്ടായി. ഇനി വേറൊരു ചിന്താവൈകല്യം നോൺ സെക്വിറ്റർ. നോൺ സെക്വിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ അത് പറയുണ്ടായി. ഒരു പൂർവ്വപക്ഷത്തിൽ നിന്ന്, ഒരു പൂർവ്വപക്ഷമാണല്ലോ, ചില പൂർവ്വപക്ഷങ്ങൾ ആദ്യം പറയുന്നു, അതിനുശേഷം അതിൻ്റെ നിഗമനം പറയുന്നു. അങ്ങനെയാണല്ലോ നേരത്തെ ഡോക്ടർ ഷിബു നമുക്ക് പറഞ്ഞു തന്നത്. ഈ നിഗമനങ്ങളിൽ നിന്ന് ഈ നിഗമനത്തിലേക്ക് എത്താൻ ഈ പൂർവ്വപക്ഷം പോരാ. ഈ ആദ്യം പറഞ്ഞ പ്രസ്താവനകളിൽ നിന്ന് ഇതിലേക്ക് എത്താൻ സാധിക്കില്ല. ഇറ്റ് ഡസ് നോട്ട് ഫോളോ. ഈ രീതിയിലുള്ള ചിന്താവൈകല്യങ്ങളാണ് നോൺ സെക്വിറ്റർ എന്ന് പറയുന്നത്. അത് പല തരത്തിലുണ്ട്.
വളരെ കുറച്ച് ജടിലമാണ്, ഞാൻ വിശദമായിട്ട് അങ്ങോട്ട് പോകുന്നില്ല. ഉദാഹരണം നമുക്ക് ഏറ്റവും സാധാരണ കേൾക്കണതാണ്, പപ്പടം വട്ടത്തിലാവുക കൊണ്ടാവാം പയ്യൻ്റെ പാല് വെളുത്തതായി, പയ്യൻ്റെ പാല് വെളുത്തത് കൊണ്ടാവാം പാക്കലം മണ്ണുകൊണ്ടുണ്ടാക്കുന്നു, പാക്കലം മണ്ണുകൊണ്ടായതുകൊണ്ടാവാം പാപ്പുവിൻ പീപ്പിക്ക് പെപ്പരപ്പേ എന്നാണ്. ഇതിന് ഒരു പൊരുത്തവുമില്ല. പപ്പടം വട്ടത്തിലായതുകൊണ്ട് പയ്യൻ്റെ പാല് വെളുത്തതായി. ഇത് നോൺ സെക്വിറ്റർ എന്ന് പറയും. നോൺ സെക്വിറ്റർ ഇൻ എവരിഡേ സ്പീച്ച് എന്ന് പറയാം. നമുക്ക് ഒരു ഉദാഹരണം, നോൺ സെക്വിറ്ററിൻ്റെ ഒരു ഉദാഹരണം. ഒരു കാവ്യഭംഗിക്ക് നല്ലതാണ്, പക്ഷേ ഇത് യുക്തിചിന്തയ്ക്ക് ഉതകുന്നതല്ല. പലതരം നോൺ സെക്വിറ്ററിൻ്റെ എവരിഡേ സ്പീച്ച് നമ്മൾ പറഞ്ഞു. ഫാലസി ഓഫ് ദ അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ അതിൻ്റെ ഉദാഹരണമാണ്. അതിന് കുറേ എണ്ണം ഉണ്ട്. അഫേമിംഗ് ദ കോൺസിക്വൻറ്റ്, ഡിനയിങ് ദ ആൻറ്റിസിഡൻറ്റ്, അഫേമിംഗ് ഡിസ്ജങ്ക്റ്റ്, ഡിനയിങ് കൺജങ്ക്റ്റ്. ഈ രീതിയിൽ വിശദമായതിലേക്ക് പോകുന്നില്ല. ഇതിൽ ഒരെണ്ണത്തിന് മാത്രം, ഫാലസി ഓഫ് ദ അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ, അത് മാത്രം നമുക്കിന്ന് പരിശോധിക്കാം. മെൻ ആർ ഹ്യൂമൻ, മേരി ഈസ് ഹ്യൂമൻ, ദെർഫോർ മേരി ഈസ് എ മാൻ എന്ന് പറയുന്ന തരത്തിലുള്ള ഫാലസി. ഇതിനൊരു ഉദാഹരണമാണ് ഹമീദ് ശാന്ത മംഗലൂർ പറഞ്ഞത്. ഫാലസി ഓഫ് ദ അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ. എല്ലാ എകളും സികളാണ്, എല്ലാ ബികളും സികളാണ്. ഓൾ എസ് ആർ സീസ്, ഓൾ വീസ് ആർ സീസ്. അതിൽ നമുക്ക് സ്വാഭാവികമായി നമുക്ക് തോന്നുന്ന ഒരു കൺക്ലൂഷൻ എന്താണ്? എല്ലാ എകളും ബികളാണ് എന്ന് തോന്നും. പക്ഷെ അതിന് ഒരു അപ്പീലിംഗ് ലോജിക് ഉണ്ട്, പക്ഷേ തെറ്റാണ്. അതൊരു ഫാലസിയാണ്. ഉദാഹരണം ഇതാണ് അദ്ദേഹം പ്രയോഗിച്ചത്. മതത്തിൽ മൂല്യങ്ങളുണ്ട്. അതൊരു ആദ്യ പ്രസ്താവനയാണ്, ഒരു പൂർവപക്ഷം. ഫൗസിയെ മതം ഉപേക്ഷിച്ചു, അതിനാൽ ഫൗസിയെ മൂല്യങ്ങളും ഉപേക്ഷിച്ചിരിക്കുന്നു. ഇതാണ് അദ്ദേഹത്തിൻ്റെ വാദം. ഇത് നോൺ സെക്വിറ്ററാണ്. ഈ രണ്ട് ആദ്യത്തെ മതത്തിൽ മൂല്യങ്ങളുണ്ട് എന്നുള്ളതും ഫൗസിയ മതം, ഈ രണ്ട് പ്രസ്താവനകളിൽ നിന്ന്, ഈ രണ്ട് പൂർവപക്ഷത്തിൽ നിന്ന് നമുക്ക് ഈ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ സാധ്യമല്ല. ഉദാഹരണത്തിന് ഈ ഹാളിൽ ഇരിക്കുന്നവരെല്ലാം രണ്ടു കാലുള്ളവരാണ്, അത് സത്യപ്രസ്താവനയാണ്. ഒട്ടകപ്പക്ഷികൾ രണ്ടു കാലുള്ളവയാണ്, ഇത് രണ്ടും ശരിയാണ്. ഈ ഹാളിലിരിക്കുന്നവർക്ക് ഒട്ടകപ്പക്ഷികളാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കും. ഇതാണ് നോൺ സെക്വിറ്റർ. ഇതാണ് ഹമീദ് മംഗലൂർ ചെയ്ത ചിന്താവൈകല്യം. ഈ കാർട്ടൂണിലെന്നാണ് പറയുന്നത്. പെൻഗ്വിൻസ് ഒക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. പല പഴയ ഈ സീരിയലുകൾ അതൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അതുകൊണ്ട് പെൻഗ്വിനുകൾ പഴയ TV സീരിയലുകളാണ്. ഇങ്ങനെയുള്ള അസംബന്ധമായ സിദ്ധാന്തങ്ങളാണ് ഈ പറയുന്നത്. അതാണ് ഫാലസി ഓഫ് ദ അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ എന്ന് പറഞ്ഞാൽ. ഇനി വാദം വഴിതിരിക്കാനുള്ള രണ്ട് ഫാലസീസാണ് റെഡ് ഹെറിങ്ങും സ്ട്രോമാൻ. റെഡ് ഹെറിങ് എന്ന് പറഞ്ഞാൽ സാധാരണ രണ്ടർത്ഥമാണ് റെഡ് ഹെറിങ്ങിനുള്ളത്. ഒന്ന്, ഈ ഹെറിങ് മീനിനെ ചൂട് തട്ടി ഉണക്കി അതിനൊരു ഡാർക്ക് ബ്രൗൺ കളറിലാക്കി ആ മീനിനാണ് പറയുക. അതാണ് റെഡ് ഹെറിങ് എന്ന് പറഞ്ഞാൽ. വേറൊരു സംഗതി എന്ന് പറഞ്ഞാൽ ഈ നായകളെ പരിശീലിപ്പിക്കാൻ, വേട്ടനായ്ക്കളെ പരിശീലിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്. അതാണ് വേറൊരു റെഡ് ഹെറിങ്ങിൻ്റെ അർത്ഥം. അതാണ് ആ അർത്ഥത്തിലാണ് ഇവിടെ റെഡ് ഹെറിങ് എന്ന് പ്രയോഗിക്കുന്നത്. സ്ട്രോമാനിലേക്ക് നമ്മൾ വരും. ഈ റെഡ് ഹെറിങ് എന്താണെന്ന് പറഞ്ഞാൽ, ഒരു നായ കുറുക്കനെ പിന്തുടരണം, അതാണ് നായയുടെ ജോലി. നായയെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതാണ്. അപ്പോൾ ആ ഒരു കുറുക്കൻ്റെ വഴി ഇങ്ങനെ മണം പിന്തുടർന്ന് പോകുന്നതിൻ്റെ ആ ചാലിലൂടെ ഒരു റെഡ് ഹെറിങ്ങിനെ ഇങ്ങോട്ട് കൊണ്ടുപോകും, വലിച്ചു കൊണ്ടുവരും. ഒരു ഉണക്കമീനിനെ കെട്ടിവലിക്കും. ഒരു ഉണക്കമീൻ ന്യായം എന്ന് നമുക്കതിനെ പറയാം, റെഡ് ഹെറിങ് ന്യായത്തിനെ. അപ്പോൾ നായ അവിടെ എത്തി വഴിതിരിഞ്ഞു പോയി. അവിടെ അതുവരെ ഈ കുറുക്കൻ്റെ മണം പിന്തുടർന്ന നായ ഈ പുതിയ മണത്തിൻ്റെ പിന്നിലേക്ക് വഴിതിരിഞ്ഞു പോകും. ഇത് വാദത്തിനെ വഴിതെറ്റിക്കാനുള്ളൊരു വഴിയും കൂടിയാണ്. ഇത് ചെയ്യുന്നത് നായ ഇതിൽ പോകരുത്, ഇത് റെഡ് ഹെറിങ് ആണ്, ഇതാണ് യഥാർത്ഥം എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ട്രെയിനിങ് രീതിയാണ് ഈ റെഡ് ഹെറിങ്ങിനെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത്. നമ്മളിവിടെ എന്ത് സംഭവിക്കും? ഒരു വാദം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ഒരു റെഡ് ഹെറിങ്ങിന് അതിൻ്റെ എവിടെ കൊണ്ടുവന്നിട്ട് എല്ലാ ആൾക്കാരും പിന്നെ ഈ റെഡ് ഹെറിങ്ങിൻ്റെ പിന്നാലെ പോകും. ഈ ഉണക്കമീൻ ന്യായത്തിൻ്റെ പിന്നാലെ പോകും. ഇത് നമ്മൾ നെറ്റിൽ കാണുന്ന ഒരു സ്ഥിരം പ്രശ്നമാണ്, ഉണക്കമീൻ ന്യായം. പറഞ്ഞു വന്ന സംഗതികൾ ചർച്ച ഇങ്ങനെ വന്നുകൊണ്ട് വരുമ്പോൾ ഒരു ഉണക്കമീൻ ഒരാൾ കൊണ്ടുവന്നിടും, എല്ലാവരും കൂടി ഉണക്കമീൻ്റെ പിന്നാലെ പോകും. ഇത് സ്ഥിരമായി നമ്മൾ നെറ്റിൽ ഉപയോഗിക്കുന്ന എല്ലാവർക്കും റെഡ് ഹെറിങ് ഫാലസി. അപ്പോൾ ആദ്യം പറയാം, ഇത് ഉണക്കമീനാണ് ചങ്ങാതി, ഞങ്ങൾ ഇതിൻ്റെ പിന്നാലെ ഇല്ല എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കാനാണ്, പറയാനാണ് നമ്മളിത് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നാലെ പോകാന്നുള്ളതാണ്. ഇത് ഉദാഹരണം നമ്മൾ അടുത്ത കാലത്ത് പരിണാമ ചർച്ച നടന്നപ്പോൾ NM ഹുസൈൻ്റെ പരിണാമ ചർച്ചയിൽ ഈ റെഡ് ഹെറിങ്ങിനെ കൊണ്ടുവന്നു. സുശീലിൻ്റെ ബ്ലോഗിലൊക്കെ വളരെ ഗംഭീരമായി ഒരു പരിണാമത്തിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നാസ്തികനായ ദൈവത്തിൽ രവീന്ദ്രൻ പറഞ്ഞ ഒരു സത്യമായൊരു കാര്യമാണ്, കൃത്യമായൊരു പ്രസ്താവനയാണ്. അതിനെടുത്തൊരു റെഡ് ഹെറിങ് ആയിട്ട് ഹുസൈൻ ഉപയോഗിക്കുന്നത് വളരെ ബുദ്ധിപൂർവ്വം. ഡ്രാഗൺ ഫ്ലൈ നിരന്തരവും പരിപാടിയുമായുള്ള പരിണാമത്തിന് അവസാനം രൂപപ്പെട്ടതാണ്. അതെന്താ, എല്ലാ ജീവജാലങ്ങളിലുള്ള എല്ലാ സംഗതികളും
കണ്ണും കൈയും ചിറകും തുമ്പിക്കൈയും എന്തൊക്കെ എടുത്താലും ഇതൊക്കെയും പടിപടിയായ പരിണാമത്തിന് അവസാനം രൂപപ്പെട്ടതാണ്. അത് തന്നെയാണ് പരിണാമ സിദ്ധാന്തം. അത് പൂർണ്ണമായും ശരിയായ ഒരു കാര്യമാണ്. ഇതിൽ ഹുസൈൻ വളരെ ബുദ്ധിപൂർവം ഒരു കാര്യം പ്രയോഗിച്ചു. ഈ തുമ്പികൾക്ക് വളരെ വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി പരിണാമങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അതങ്ങനെ പരിണാമം സംഭവിക്കാത്ത എത്രയോ ജീവികളുണ്ട്. നമ്മളെ സാധാരണ കോക്രോച്ച് മില്യൺസ് ഓഫ് ഇയേഴ്സായിട്ട് അതിനൊരു പരിണാമം സംഭവിച്ചിട്ടില്ല. അതുമല്ലാതെ ഡൈനോസറുകളുടെ കാലത്ത് ജീവിച്ചിരുന്ന ചില മീനുകളൊക്കെ ലിവിങ് ഫോസിലുകൾ എന്ന് പറയപ്പെടുന്നവയുണ്ട്. പരിണാമം അങ്ങനെ നിർബന്ധമായി സംഭവിച്ചോളണമെന്നില്ല. ആ ജീവികൾ അങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട്. ആ ഒരു സംഗതി ഉപയോഗിച്ചുകൊണ്ട് ഹുസൈൻ ഇതിനെ ഒരു റെഡ് ഹെറിംഗ് ആക്കി മാറ്റി. ഇത് പറഞ്ഞത് ശരിയാണോ? ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള അതേ തുമ്പികളല്ലേ ഇന്നും ഉള്ളത്? അപ്പോൾ ഇത് പരിണാമമല്ലല്ലോ, ഒരു ദൈവം സൃഷ്ടിച്ചതല്ലേ? എല്ലാവരും ശങ്കിച്ചു. ചർച്ച എവിടെ വഴിമുട്ടി. ചർച്ച മുഴുവൻ എല്ലാവരും പിന്നെ എല്ലാവരും എന്തായി? തുമ്പിച്ചിറകിൻ്റെ പിന്നാലെയായി. യഥാർത്ഥത്തിൽ ഈ തുമ്പികളും മറ്റ് ഈ കൃത്യമായി ഫോസിൽ റാബിറ്റ്സ് ഇൻ പ്രീ കാംബ്രിയൻ എന്ന് പറഞ്ഞ ഒരു സംഗതി ഉണ്ടല്ലോ. പ്രീ കാംബ്രിയൻ, അതായത് വളരെ ഏറ്റവും അടിത്തട്ടിലുള്ള പാറകളിൽ ഏറ്റവും ലളിതമായ ജീവികളും അതിന് മേലെ അതിന് കൂടുതൽ കോംപ്ലക്സ് ആയ ജീവികളും എന്നുള്ള രീതിയുണ്ട്. ഈ തുമ്പിയുടെ കൂടെ ഒരു മനുഷ്യൻ്റെ ഇത് കാണാനുണ്ടോ എന്ന് ചോദിച്ചാൽ മതി. അതിൽ ഒരു ചർച്ച വരുന്നതിന് മുമ്പ് ഇതിനെ കംപ്ലീറ്റ് വഴിതിരിച്ചു വിട്ടു. തുമ്പികൾക്ക് പരിണാമം സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ? തുമ്പികൾക്ക് പരിണാമം സംഭവിച്ചിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട്? ഈ രീതിയിൽ ഇതിനെ ചർച്ച മുഴുവൻ വഴിമാറ്റി കൊണ്ടുപോയി. അത് വളരെ ഇഷ്ടപ്പെട്ടു. ഒരാൾ അതിനെപ്പറ്റി വളരെ വിശദമായി നോക്കുക, എല്ലാവർക്കും ഇനിയിപ്പോൾ ഒന്നും പറയാൻ വേണ്ടില്ല, ഡ്രാഗൺ ഫ്ലൈ പരിണ വെച്ചിന് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു, ആകെ അത് കൺഫ്യൂഷനാക്കി. ഇതാണ് ഈ ഉണക്കമീൻ സ്ട്രാറ്റജിയുടെ, ഈ റെഡ് ഹെറിംഗ് ഫാലസിയുടെ ഉപയോഗത്തിൻ്റെ ഒരു രൂപം, ഒരു രീതി. കാരണം ചർച്ചയെ വഴിമാറിപ്പോയി. പിന്നെയൊന്ന് സാധിക്കുന്നത് പെറ്റി ഒബ്ജെക്ഷൻസ്. വളരെ നിസ്സാരമായ എന്തെങ്കിലും ഒരു സംഗതി എടുത്ത് അത് പർവ്വതീകരിച്ച് ചർച്ചയെ വഴിതിരിച്ചു വിട്ടാളെ. ചർച്ചയുടെ പ്രധാന പ്രമേയവുമായി ഒരു ബന്ധവും ഉണ്ടാവില്ല അതിന്. ഉദാഹരണത്തിന് ഇപ്പോൾ ഇതും ഹുസൈൻ നടത്തിയ ഒരു അഭ്യാസമാണ്. ചൊവ്വക്കും ഭൂമിക്കും മധ്യേ കറങ്ങുന്ന ചായക്കപ്പിനെ ശക്തിയേറിയ മൈക്രോസ്കോപ്പിന് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് എഴുതിയിട്ടുണ്ട്. ദൂരദർശിനി എന്നുള്ളതിന് പകരം സൂക്ഷ്മദർശിനി എന്ന് എഴുതി. എന്താ ഇപ്പോൾ കുഴപ്പം? അപ്പോൾ അതിനെക്കുറിച്ച് പിന്നെ ചർച്ചയായി, ദിവസങ്ങളോളം ചർച്ച. ഇത് അപ്രസക്തമാണ്. ഇതെന്ത് പറഞ്ഞാലും വലിയ കാര്യമൊന്നുമില്ല. അതിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ആർഗ്യുമെൻറ്റ് ഫ്രം ഇഗ്നോറൻസ് ആണ്. അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ മൊത്തം ഇത് മൈക്രോസ്കോപ്പാണോ അതോ ടെലസ്കോപ്പാണോ അതിനെപ്പറ്റി ചർച്ച. ഇതാണ് പെറ്റി ഒബ്ജെക്ഷൻ എന്ന് പറയുന്നത്. പെറ്റി ഒബ്ജെക്ഷൻ. പിന്നെ സ്ട്രോമാൻ ഫാലസി. ഇതും വളരെ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന സംഗതിയാണ്. ഒരു വൈക്കോൽ മനുഷ്യനെ ഉണ്ടാക്കാം. നമ്മളൊരു കാര്യം പറഞ്ഞാൽ ആ കാര്യത്തിനെ കംപ്ലീറ്റ് വേറൊന്നാക്കി മാറ്റി അതിൻ്റെ ഒരു വൈക്കോൽ രൂപമുണ്ടാക്കി അതിനെ ആക്രമിച്ച് അതിനെ നിലംപരിശാക്കുക. അപ്പോൾ കാണുന്നവർ കൈയടിക്കാം, ഇതാ നമ്മളത് തറവെറ്റിച്ച്. യഥാർത്ഥത്തിലുള്ള വാദത്തിനെ നിഷേധിക്കാൻ അസാധ്യമായിരിക്കുമ്പോൾ ചെയ്യുന്ന ഒരു സൂത്രമാണ് ഈ സ്ട്രോമാൻ ഫാലസി. ഇങ്ങനെയാണ് ചെയ്യാതെ. ആദ്യം അസംബിൾ സ്ട്രോമാൻ യൂസിങ് ഡിസ്റ്റോർഷൻ, മിസ്റെപ്രസെൻറ്റേഷൻ, സിംപ്ലിഫിക്കേഷൻ ടൂൾസൊക്കെ ഉള്ള അത് വെച്ചിട്ട് അതിനൊന്നുകിൽ അതിനെ മാറ്റിമറിക്കുക, അതിനെ അമിത ലളിതവൽക്കരിക്കുക, അല്ലെങ്കിൽ വേറൊന്നാക്കി മാറ്റി പറയുക. ഇതിന് ശേഷം അതിന് തട്ടി താഴെയിടുക, ക്ലെയിം വിക്ടറി, എല്ലാവരും കൈയടിക്കുക. അങ്ങനെ. ഇതിനൊരു ഉദാഹരണം യുക്തിവാദികൾ എല്ലാവരും ഞാൻ വേറൊരു വേദിയിലും പറഞ്ഞിട്ടുള്ളതാണിത്. യുക്തിവാദി പ്രസ്ഥാനം കേരളത്തിൽ വന്നപ്പോൾ അതിൻ്റെ ഒരു പ്രഥമമായ ആദ്യത്തെ ഒരു പ്രസിദ്ധീകരണം എന്ന് പറഞ്ഞാൽ യുക്തിവാദിയാണ്. യുക്തിവാദി പ്രസിദ്ധീകരണത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കേരളത്തിൽ യുക്തിവാദി പ്രസ്ഥാനം ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഒരു മുഖവാക്യമാണ് യുക്തിയേന്തി മനുഷ്യൻ്റെ ബുദ്ധിശക്തി ഖനിച്ചതിൽ ലഭിച്ചതല്ലാതില്ലൊന്നും ലോകവിജ്ഞാന രാശിയിൽ. ഇത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ എൻലൈറ്റൻമെൻറ്റിൻ്റെ ജ്ഞാനോദയത്തിൻ്റെ മുദ്രാവാക്യമാണ്. മനുഷ്യജ്ഞാനം എങ്ങനെ ഉണ്ടാവുന്നു? പൂർവാചാര്യന്മാർക്ക് സിദ്ധിച്ച ചില സനാതനങ്ങളായ സത്യങ്ങളാണ് മനുഷ്യവിജ്ഞാനത്തിൻ്റെ കലവറ എന്ന് വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഒരുപാട് പുണ്യഗ്രന്ഥങ്ങളുടെ പേരിലും മറ്റ് ഗ്രന്ഥങ്ങളുടെ പേരിലും നവീനമായ ഗ്രന്ഥങ്ങളുടെ പേരിലും ഒക്കെ ഇത് ഗ്രന്ഥങ്ങളിലെല്ലാം ഉണ്ട്, എല്ലാ വിജ്ഞാനവും ഇവിടെ അടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് ശരിയല്ല എന്നാണ് ഇതിൻ്റെ ഈ പറയുന്ന മുദ്രാവാക്യത്തിൻ്റെ അർത്ഥം. മനുഷ്യൻ്റെ ബുദ്ധിശക്തി ഉണ്ടല്ലോ, ബുദ്ധിശക്തി, അത് യുക്തി എന്ന ആയുധം ഉപയോഗിച്ച് പ്രകൃതി പ്രതിഭാസങ്ങളെ ഖനിച്ചതിൽ നിന്നാണ് അറിവുണ്ടാക്കിയത്. പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ പ്രതിഭാസങ്ങളെ യുക്തി ഉപയോഗിച്ച് അനലൈസ് ചെയ്ത് മനസ്സിലാക്കിയാണ്. അതാണ് ഇതിൻ്റെ താല്പര്യം. അതാണ് ഈ ആശയം. യുക്തിയേന്തി മനുഷ്യൻ്റെ ബുദ്ധിശക്തി ഖനിച്ചതിൽ ലഭിച്ചതല്ലാതില്ലൊന്നും ലോകവിജ്ഞാന രാശി.
ഇതിനെ എതിർക്കേണ്ട ഒരു ആവശ്യം വന്നാൽ എങ്ങനെ എതിർക്കും? ഒരു മതവിശ്വാസിക്ക് ഇതിനെ എതിർക്കാൻ എളുപ്പമാണ്, അത് ശരിയല്ല, ഇതാണ് ശരി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോകാം. അതേസമയം ഒരു ഭൗതികവാദിക്ക് ഇത് എളുപ്പത്തിൽ, പക്ഷേ അദ്ദേഹത്തിന് ചില രാഷ്ട്രീയ കാരണങ്ങളുകൊണ്ടോ മറ്റു കാരണങ്ങളുകൊണ്ടോ ഇതിനെ എതിർക്കണമെന്നിരിക്കട്ടെ, പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? ഈ വാദത്തിനെ വളച്ചൊടിച്ച് വേറൊരു വാദമാക്കി മാറ്റി ഒരു സ്ട്രോമാൻ ഉണ്ടാക്കി അതിനെ ആക്രമിക്കാം. അത് ചെയ്തിട്ടുണ്ട്. സ്ട്രോമാൻ ഉണ്ടാക്കി അതിനെ ആക്രമിക്കാം. ഇതാണ് യുക്തിവാദവും കമ്മ്യൂണിസ്റ്റുകാരും എന്ന ഇതിൽ ആദരണീയനായ ഈമസ് ചെയ്തതെന്നുള്ളതാണ് ദുഃഖകരമായ സത്യം. അദ്ദേഹം അതിന് പറഞ്ഞ കാര്യം ഇതാണ്: മേൽക്കൊടുത്ത വരികളിൽ സൂചിപ്പിക്കുന്നത് വിജ്ഞാനരാശിയുടെ ഉറവിടം മനുഷ്യൻ്റെ ബുദ്ധിശക്തിയിൽ നടക്കുന്ന യുക്തിപ്രയോഗമാണ് എന്നാണല്ലോ. അർത്ഥം മൊത്തം മാറ്റിക്കളഞ്ഞു. മനുഷ്യൻ്റെ ബുദ്ധിശക്തിക്കകത്ത് നടക്കുന്ന യുക്തിപ്രയോഗത്തിൽ നിന്നാണ് വിജ്ഞാനമുണ്ടാവുന്നത് എന്നാണ് സഹോദരൻ അയ്യപ്പൻ പറഞ്ഞത് എന്ന് അതിനെ കംപ്ലീറ്റ് മാറ്റിക്കളഞ്ഞു. അർത്ഥമേ മാറ്റി. ഞാനൊരു ദിക്കിൽ അത് എഴുതേണ്ടായി. കൈക്കോട്ടേന്തി മനുഷ്യൻ്റെ കയ്യെ മാന്തി എടുത്തതിൽ ലഭിച്ചതല്ലാതില്ലൊന്നും ചേന വിൽപ്പനശാലയിൽ എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഇത് നടക്കുന്നത് പ്രയോഗം? അതുപോലെയാണ് ഇതിൻ്റെ അർത്ഥമുള്ളൂ. മനുഷ്യൻ്റെ കൈകളിൽ കൈക്കോട്ട പ്രയോഗം നടക്കുന്നു എന്ന് പറഞ്ഞ പോലെയോ ഒക്കെയാണ് ഇതിൻ്റെ അർത്ഥം വരിക. അപ്പോൾ കംപ്ലീറ്റ് അർത്ഥം മാറ്റിക്കൊണ്ട് പുതിയ ഒന്നാക്കി അതിനെ ആക്രമിക്കുക, അതാണ് ചെയ്തത്. പിന്നെ ഒന്നുള്ളത് സമാന ശബ്ദന്യായം. ഏതാണ്ട് തീരാറായിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് തീർക്കാം എന്ന് വിചാരിക്കണം. സമാന ശബ്ദന്യായം, ഫാലസി ഓഫ് ഇക്വിവൊക്കേഷൻ. അപ്പോൾ ഒരു വാക്കുകളുടെ അർത്ഥം തന്നെ ഒരു